വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളമുയർത്തി പരസ്യപ്രചാരണം കലാശക്കൊട്ടോടെ സമാപിച്ചു. കായംകുളത്ത് കലാശക്കൊട്ട് ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു. പാർക്ക് ജംഗ്ഷനും മെയിൻ റോഡും കേന്ദ്രീകരിച്ചായിരുന്നു കലാശക്കൊട്ട്. പൊതുവെ സമാധാനപരമായിരുന്നെങ്കിലും കായംകുളത്തെ UDFന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. അലയടിച്ചുയർന്ന ആവേശത്തിന്റെ സായാഹ്നത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് പരിസമാപ്തിയായി. കായംകുളത്ത് കലാശക്കൊട്ട് ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള കൊട്ടിക്കലാശത്തിന് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു.
പാർക്ക് ജംഗ്ഷന് വടക്കോട്ട് സസ്യമാർക്കറ്റ് റോഡിൽ UDF പ്രവർത്തകരുടെ കൊട്ടിക്കലാശവും പാർക്ക് ജംഗ്ഷന് പടിഞ്ഞാറ് ലിങ്ക് റോഡിൽ എൽമെക്സ് ഗ്രൗണ്ടിന് സമീപം LDF പ്രവർത്തകരുടെ കൊട്ടിക്കലാശവും പാർക്ക് ജംഗ്ഷന് തെക്ക് നെൽസൺ പമ്പിന് സമീപം NDAയുടെ കൊട്ടിക്കലാശവുമാണ് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ LDF UDF മുന്നണികളുടെ പ്രവർത്തകർ പാർക്ക് ജംഗ്ഷനിലേക്ക് കേന്ദ്രീകരിച്ചു. ഈ ജംഗ്ഷന് തെക്കുവശം മാറിയായിരുന്നു NDAയുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടന്നത്. പൊതുവെ സമാധാനപരമായിരുന്നു കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെങ്കിലും കായംകുളത്ത് കൊട്ടിക്കലാശത്തിന് ശേഷം UDFന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. LDFനെതിരെയുള്ള അയ്യപ്പനുമായി ചേർത്ത പാരഡി ഗാനം വാഹനത്തിൽ നിന്നും ഉയർന്നതിനാൽ ഇതിൽ പ്രകോപിതരായി LDF പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് UDF പ്രവർത്തകർ പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.